നമസ്കാരം. ഇത് ശശി പൊതുവാൾ. മലയാള സിനിമയിൽ ടൈറ്റിൽ കാർഡ് കാണുമ്പോൾ ഈ പൊതുവാൾ എന്നുള്ള പേര് വർഷങ്ങളായിട്ട് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നതാണ്. ഇവർ സിനിമയുടെ അണിയറയിൽ നിൽക്കുന്നവരാണ്, അണിയറയിൽ മാത്രം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ നന്ദു പൊതുവാൾ സിനിമയിൽ യാദൃച്ഛികമായി കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു. പിന്നീട് ആ വേഷങ്ങൾ പ്രോമിനൻ്റായി, അദ്ദേഹത്തിൻ്റെ മുഖം വളരെ ശ്രദ്ധേയമായി. ഇപ്പോൾ മലയാള സിനിമയിൽ വളരെ അത്യാവശ്യ ഘടകങ്ങളിൽ ഒന്നായി മാറി. യഥാർത്ഥത്തിൽ ഇവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സാണ്. സിനിമയുടെ നിർവഹണ നിയന്ത്രണം ആ മേഖലയിൽ വളരെ ശാന്തവും സൗമ്യവുമായിട്ടുള്ള ആൾക്കാരാണ് ഈ നന്ദു പൊതുവാൾ. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഇദ്ദേഹം. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇവിടെ തിരുവനന്തപുരത്ത് ഹരിവരാസനം എന്ന സിനിമയുടെ നിയന്ത്രണവുമായി അദ്ദേഹം നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒന്ന് രണ്ട് സിനിമകളിൽ സംവിധായകരുടെ നിർബന്ധം കാരണം എന്ന് തന്നെ പറയണം. എന്താണ് അങ്ങനെയാണോ അഭിനയിക്കുന്നത്? അങ്ങനെ നിർബന്ധം എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രൊഡക്ഷൻ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് അഭിനയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട 100 പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ അഭിനയത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്ത് അതിനെന്തെങ്കിലും ഒരു താളപ്പുഴ വന്നാൽ ഈ പ്രൊഡ്യൂസർമാരുടെ ഭാഗത്ത് നിന്ന് അതിനൊരു ചോദ്യം വരും, നിങ്ങൾ ഏത് ജോലിയാണ് ചെയ്യുന്നത്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അഭിനയം അങ്ങ് ഫോക്കസ് ചെയ്യാത്തത്. അഭിനയം നമുക്ക് താല്പര്യമുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 2-3 പടങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ 4-5 ഭാഷാ സിനിമയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് തമിഴ് തെലുങ്കിലുമൊക്കെ ഞാൻ ഗൗതം സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ സീക്വൻസ് സോങ്ങിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ രാജേഷ് സാറ് ഒരു ഇത് വന്നപ്പോൾ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടറും നിർബന്ധം എന്ന് പറയുമ്പോൾ ഡയറക്ടർ അത് പറയുമ്പോൾ പിന്നെ ബാക്കി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്തോളും. അദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതാണ്. വളരെ സന്തോഷകരമായിട്ട് ചെറിയ സാധനം ചെയ്യാൻ പറ്റി. അതും ഇതുപോലെ ഒരു അയ്യപ്പൻ്റെ കഥ പറയുന്നൊരു സിനിമയിലും നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ ഭജന തുടങ്ങുന്നതിന് മുമ്പുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. എപ്പോഴും ഒരു സോങ്ങിലൊക്കെ നമ്മുടെ അഭിനയം വരിക എന്ന് പറഞ്ഞാൽ ആ പാട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെ കാണും. നമ്മൾ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പലവർക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് പരിചയമുണ്ടാവില്ല. ഇപ്പോൾ ഫാമിലി തന്നെ പറഞ്ഞാൽ, എൻ്റെ ഇപ്പോൾ വൈഫ് ഹൗസൊക്കെ റിമോട്ട് ഏരിയ മലപ്പുറം, അവർക്ക് നമ്മൾ സിനിമ ചെയ്യുന്നുണ്ടെന്ന് അറിയാമെന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് ഒരു സാധനമാണല്ലോ ഈ സോങ്ങിൽ കാണുക. അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഈ സിനിമയിൽ എന്ന് കാണുന്നതിൻ്റെ ഒരു പ്രൂഫൊക്കെയാണ് ഈ ചെറിയ ചെറിയ അഭിനയത്തിൽ വരുന്നത്. പിന്നെ കാര്യമായ ഒരു അഭിനയം ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ചില പടങ്ങളിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതിലൊക്കെ ചെറിയ ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്നുമുണ്ട്. കാരണം നമ്മളിതിൻ്റെ പിന്നണിയിൽ കുറേ വർഷങ്ങളായില്ലേ. അപ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ആത്മധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. മുമ്പ് ആ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ വർക്ക് ചെയ്ത സിനിമ വിജയിക്കണം, പ്രൊഡ്യൂസർമാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവണം, പുതിയ പടങ്ങൾ ഇനിയും വരണം, കുറേ ആൾക്കാർക്ക് ജോലി കിട്ടണം. ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാവുക. രാവിലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ഇങ്ങനെ മലയാളത്തിലെ ശ്രദ്ധേയമായ താരങ്ങൾ. ആ താരങ്ങളൊക്കെ നിങ്ങളുടെ ഒരു നിയന്ത്രണത്തിലാണല്ലോ ഒരു സിനിമ നടക്കുമ്പോൾ. നിങ്ങളാണല്ലോ അവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ അത് അങ്ങനെ ആരെയൊക്കെ ഉണ്ട്. ലാൽ സാർ പടമൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഇതിലുള്ള സംഭവം തരാം. അപ്പോൾ ഓൾമോസ്റ്റ് അവരൊക്കെ സിനിമയുമായി പ്രൊഡ്യൂസറും ഡയറക്ടറുമായി ബന്ധപ്പെട്ടൊക്കെ സിനിമയിൽ വരുന്നവരാണ്. നമുക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ആ സിനിമ ഇത്ര ദിവസവും കൊണ്ടൊരു ഷെഡ്യൂൾ തീർക്കണം. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഡയറക്ടറും അസോസിയേറ്റും ബാക്കി എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരുമായിട്ട് ഒരുപോലെ സഹകരിച്ച് നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരായതുകൊണ്ടുമൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവരോട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും. അവരും സിനിമ അറിഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ സുഖകരമായിട്ട് തന്നെയൊക്കെയാണ് ആ സിനിമകളൊക്കെ നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. സിനിമയിലുള്ളൊരു ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഒരു കൺട്രോളർ എന്നുള്ള പോസ്റ്റൊക്കെ പിന്നീട് ഉണ്ടായതാണ്. ശരിക്കും സിനിമയിൽ മാനേജർ എക്സിക്യൂട്ടീവ് ഉള്ളൂ. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോയാൽ നമുക്ക് സിനിമ സക്സസ് ട്രാക്കിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഒരു പ്രൊഡ്യൂസറുടെ റെപ്രസെൻ്റായിട്ട് നിൽക്കുമ്പോൾ ആർട്ടിസ്റ്റ് പറഞ്ഞാലും പ്രൊഡക്ഷൻ്റെ ആൾ പറഞ്ഞാലും നമ്മൾ ഒരുപോലെ കേൾക്കണം. അവർ നമ്മളോട് പറയുന്നത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ അവരെ ട്രീറ്റ് ചെയ്താൽ സുഖമായിട്ട് സിനിമ കൊണ്ടുപോകാം. ഈ നന്ദു പൊതുവാൾ ഇപ്പോൾ ഒരു പൂർണ്ണസമയം അഭിനയമാണോ അതോ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചാണല്ലോ നിങ്ങളും സിനിമയിലേക്ക് വന്നത്? അതെ. നന്ദു പൊതുവാൾ അഭിനയിക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ചെയ്ത പ്രൊഡക്ഷൻ പടങ്ങൾ പലതും ബ്രേക്കായിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഇപ്പോൾ കൂടുതൽ സിനിമകൾ, ഇപ്പോൾ മോഹിനിയാട്ടം എന്നുള്ള പടം വന്നതിന് ശേഷം കൂടുതൽ സിനിമകൾ
വിളിക്കുന്നുണ്ട്, അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അതെ, നന്ദു പുതുവാൾ. ഞാൻ ബേസിക്കലി എനിക്ക് കൺസ്ട്രക്ഷനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സെവൻ ആർട്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നമ്മൾ വരുന്നത് സീരിയൽ. ആ സമയത്ത് ചേട്ടൻ സിനിമ ചെയ്യുമ്പോൾ ഔചാരികമായിട്ട് ഒരു ഇതിൽ ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെടുകയാണ്. ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അവിടെ നിന്നുള്ള യാത്രയാണ് നമ്മുടെ ഈ ഒരു സീരിയൽ കഴിഞ്ഞ് സിനിമയിൽ ഈ ഒരു അവസ്ഥ വരെ എത്തിയേക്കുന്നത്. അങ്ങനെയാണ്. ഈശ്വരാനുഗ്രഹം എന്ന് ഒരു വാക്ക് എടുത്തു പറയണം. നമ്മളുടെ ഈശ്വരാനുഗ്രഹവും വീട്ടുകാരുടെയൊക്കെ ഒരു നന്മയുമാണ് നമ്മളിന്നും ഈ കാലഘട്ടത്തിൽ സിനിമ ചെയ്തു പോലും ഭയങ്കര സ്ട്രഗിളാണ്. നിരവധി ആൾക്കാർ ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നുണ്ട്, പുതിയ ആൾക്കാർ. അപ്പോൾ അവരൊക്കെ ഒരു പ്രോജക്റ്റ് സെറ്റായിട്ട് കോർഡിനേറ്റ് ചെയ്താൽ വരുന്നത്. പണ്ടത്തെ മാതിരി പ്രൊഡ്യൂസർ വന്നു, ഒരു കൺട്രോളൊക്കെ അഡ്വാൻസ് കൊടുത്തു, അവരൊരുമിച്ച് തീരുമാനിച്ച് സിനിമ ഉണ്ടാകുന്ന കാലമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പോകുന്ന സിനിമ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സെറ്റായി വന്ന് ആർട്ടിസ്റ്റ് ഡേറ്റുമായിട്ട് വന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ വന്നു ചേരുകയാണ്. ഇന്ന് സിനിമ നമ്മളുടെ ആവശ്യമാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നാൽ നമ്മൾ ഇരിക്കുകയുള്ളൂ. എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാൽക്കുലേഷൻ ഇല്ല. അപ്പം നമ്മൾക്കാണ് ഇപ്പോൾ ആവശ്യം പുതിയ ആൾക്കാരുടെ. അപ്പം നമ്മൾ അതിലേക്ക് വരുമ്പോൾ പുതിയ ആൾക്കാരുടെ പുതിയ പടങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഹിറ്റായിട്ടുണ്ട്. അത് ഞാനൊരു ഈശ്വരാനുഗ്രഹമായിട്ട് എടുക്കുന്ന ആളാണ്. സിനിമ ചെയ്തു പോകാൻ പറ്റുന്നത് ഇപ്പോഴും. ഓക്കെ.